തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം എന്ന് പറയില്ലെങ്കിലും ഏതാണ്ട് അതിനോട് എതിർപക്ഷം നിൽക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്ത, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏത് വിഷയത്തിലും വളരെ ശരിയായി പഠിക്കേണ്ടതാണ്. കാരണം ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കാനും നിരീക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ജനങ്ങൾ പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ നമുക്ക് വേറെ അന്വേഷിക്കണം. ഇങ്ങനെയാണോ പ്രതിപക്ഷ നേതാവ് വേണ്ടത്? വി.എസ്. അച്യുതാനന്ദൻ മുതൽ വി.ഡി. സതീശൻ വരെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രവർത്തിച്ചതുപോലെയാണോ പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ പല ചോദ്യങ്ങളും ഉണ്ട്. അത് വേറെ ചോദിക്കട്ടെ. തീർച്ചയായും കൽപ്പറ്റയിൽ ദുരന്ത മുഖത്ത് നിന്ന് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം വിളിച്ചു. ഞാനൊരു പത്രസമ്മേളനം കണ്ടു. അതിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? നല്ല പതിവ് പങ്കെടുത്തു. ഒരു പത്രസമ്മേളനത്തിൽ കൈരളി ഒഴിച്ചുള്ള ചാനലുകളൊന്നും പോയില്ല. അവരെ വിളിക്കാഞ്ഞത് കൊണ്ടാണോ, അവർ ബഹിഷ്കരിച്ചതാണോ, അങ്ങനെയുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല. നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അവരെ അറിയിക്കാത്തത് കൊണ്ടാണോ അതോ എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കും. ദില്ലിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പോയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അവിടെ മാധ്യമങ്ങളെ കുത്തി ചോദിക്കാൻ വരും. അവർ ചോദിക്കുന്നത് വിഴിഞ്ഞം വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നല്ലോ. ഇപ്പോ വിഴിഞ്ഞത്തെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് അന്നത്തെ വ്യവസായ മന്ത്രി കൂടിയായിരുന്നു ഇ.പി. ജയരാജനും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും ഒരു വശത്ത് പറയുന്നു. അതിന്റെ ക്രെഡിറ്റ് UDF-ന് കൊണ്ടുപോകേണ്ടതില്ല, ഇതൊന്നും വിവാദമാക്കേണ്ടതില്ല. MSC കമ്പനി വന്നു എന്നുള്ളൊരു അഭിപ്രായം വരുന്നു. MSC കമ്പനി വരുന്നുവെന്ന് വളരെ മുമ്പ് തന്നെ ദേശാഭിമാനി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് വലിയ വിഷയമല്ല എന്നൊരു വശത്ത് വരുന്നു. അതിനായി MV ഗോവിന്ദൻ മാഷ് വേറൊരു അതിന്റെ വി.ഡി. സതീശനോട് ചോദ്യങ്ങൾ എന്ന രൂപത്തിൽ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് വേറെ കാര്യം. അതിനേക്കാൾ വിവാദമായ വിഷയം ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഇതിന്റെ CMD-യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനിയെ സഹായിക്കാനാണ്. ദിവ്യ എസ് ഇരുന്നിരുന്നെങ്കിൽ അവിടെ ഇതുണ്ടാകുമായിരുന്നില്ല, MSCക്ക് വരാൻ കഴിയുമായിരുന്നില്ല എന്ന അർത്ഥത്തിൽ ഒരു വാദമുയർന്നു. അതിന് എതിർവാദം ഉയർന്നു വന്നിട്ടുണ്ട്. അദീല അബ്ദുള്ളയെ മാറ്റിയപ്പോൾ, പണ്ട് അദീല അബ്ദുള്ളയായിരുന്നു വിഴിഞ്ഞത്തിന്റെ CMD ആയിരുന്നത്. അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് ദിവ്യ എസ് അയ്യരെ കൊണ്ടുവന്നത്. അതെന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഷിബി ബോയിജൻ. നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോണ്ട. ദിവ്യ എസ് അയ്യരെ മാറ്റിയത് സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തമായ ശബ്ദം ഉയർന്നു വന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു കുറെ കാലം. അന്ന് ഈ പറഞ്ഞതുപോലെ ദിവ്യ എസ് അയ്യർ ഈ വിഴിഞ്ഞത്തിന്റെ പദ്ധതി മുമ്പോട്ട് പോകുന്ന കാലത്ത് ദിവ്യ എസ് അയ്യരുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ വിവാദമായി അദ്ദേഹം അവിടെ നിന്ന് വിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ദിവ്യ എസ് അയ്യർ എന്ന ഉദ്യോഗസ്ഥ ഒരു കത്ത് ഇദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. അത് ഒരു ചോദ്യമുണ്ട്, അതിൽ വേറെ ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പാർട്ടി പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ മംഗളം നേരുന്നത് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്നതാണോ, അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും KK രാഗേഷിന്റെ അഭിപ്രായത്തെ അതുപോലെ അംഗീകരിക്കാൻ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും തയ്യാറായില്ല. ശ്രീമതി ടീച്ചർ കട്ട് ആൻഡ് റൈറ്റ് പറഞ്ഞു, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ അഭിപ്രായം പറയാൻ പോണേ? ഓരോ സർക്കാർ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. അത് സ്വാഭാവികമായ സംഗതിയാണ്. മാത്രമല്ല അതിന് വ്യംഗ്യമായ ഒരു കാര്യം കൂടിയുണ്ട്. ദിവ്യ എസ് അയ്യർ ജൂൺ 12-നാണ് ഒഴിയുന്നതെങ്കിൽ ജൂൺ 5 ദേശാഭിമാനിയിൽ കൃത്യമായി MSC കമ്പനി 49% ഓഹരി ഏറ്റെടുത്ത് വിഴിഞ്ഞത്തിന് വലിയ വികസനം ഉണ്ടാകാൻ പോകുന്നുവെന്ന് ദേശാഭിമാനി എഴുതി. എന്ന് പറഞ്ഞാൽ ദിവ്യ എസ് അയ്യർ ഇരിക്കുമ്പോൾ തന്നെ 40% ഓഹരി നിക്ഷേപം നടത്താൻ പോകുന്നു എന്ന് ദേശാഭിമാനി എഴുതി. അപ്പോൾ ദിവ്യ എസ് അയ്യർ കൊടുക്കാതെ എങ്ങനെയാ വിവരം ഇവിടെ കിട്ടുക? ദേശാഭിമാനിക്ക് മാത്രം എന്തായാലും അങ്ങനെ ഒരു വിവരം കിട്ടണമെങ്കിൽ വേറെ അവിടെ നിന്നും കിട്ടില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും MSC കമ്പനി വരുന്നതിന് തടസ്സം ദിവ്യ എസ് അയ്യർ ആയിരുന്നില്ല എന്ന കാര്യമൊക്കെ ഉറപ്പാണ്. ഈ വിഷയങ്ങളാണ് ഇദ്ദേഹത്തോട് ചോദിക്കാൻ ചെന്നത്. അദ്ദേഹം ക്ഷുഭിതനായി. എനിക്കിപ്പോ അഭിപ്രായം പറയാനില്ല, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളിങ്ങനെ കോലും കൊണ്ടുവരണ്ട, മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ കോലും കൊണ്ടുവരരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, ഞാൻ പറയാനുണ്ടെങ്കിൽ പറയും. അങ്ങനെയല്ലല്ലോ വി.ഡി. സതീശനോടൊക്കെ ചെയ്യാറ്. വി.ഡി. സതീശൻ ഇറങ്ങി പോകുമ്പോൾ മിണ്ടിയില്ല, അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ പിണറായി പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ അല്ല. മാധ്യമപ്രവർത്തകർ ആരുടെ അടുത്തും ചെല്ലും. വേണമെങ്കിൽ പറയാൻ, വേണ്ടെങ്കിൽ വേണ്ട.
എനിക്ക് അഭിപ്രായം പറയാനില്ല എന്ന് പിണറായി വിജയൻ എത്ര പ്രാവശ്യം ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ പത്രസമ്മേളനം എന്താ പറയാ യാത്രക്കിടയിലോ കാറിൽ കയറുമ്പോഴോ വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. അദ്ദേഹം മിണ്ടാതെ പോവല്ലേ മതി. അദ്ദേഹം മിണ്ടാതെ ഇത്തവണയും പോവാലോ. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ക്ഷുഭിതനായത് ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. സതീശനെതിരെ ആഞ്ഞെറിഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ആ ബൂമറാങ് തിരിച്ച് വന്ന് സ്വന്തം തലയിലും സ്വന്തം പാർട്ടിയിലും കൊള്ളുന്നു എന്ന ഭയം അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാവുന്നത്.